നമസ്കാരം. സ്വർണത്തിന്റെ വില ആർക്കും പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പോക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്നിരുന്നാലും സ്വർണത്തിനായുള്ള ആവശ്യക്കാർ കുറയുന്നില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം. ജനുവരിയിൽ മാത്രം 5000 രൂപയോളമാണ് ഒരു പവന് വർദ്ധിച്ചത്. ഒരു മാസം കൊണ്ട് ഇത്രയും രൂപ അധികം ലഭിക്കുന്ന മറ്റൊരു ലോഹമില്ല എന്നതും ശ്രദ്ധേയമാണ്. 24 കാരറ്റ് സ്വർണം 10 ഗ്രാമിന് ഡിസംബറിലെ വില 79,390 രൂപയായിരുന്നു. ജനുവരിയിൽ 84,000-ലധികം ഉയർന്നു. ഇവിടെയും വില നിൽക്കില്ല എന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യം ഏത് എന്ന ഗൂഗിൾ സെർച്ച് കൂടിയിരിക്കുന്നത്. സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള GCCയിലെ രാജ്യങ്ങളൊന്നും ഈ പട്ടികയിൽ ഇല്ല. പക്ഷേ ആദ്യ 10-ൽ ഇന്ത്യയുണ്ട്. ഇത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. സ്വർണം ഏറ്റവും കൂടുതൽ കൈവശമുള്ള രാജ്യം അമേരിക്കയാണ്. ടൺ കണക്കിന് സ്വർണമാണ് അമേരിക്കയിലുള്ളത്. അതായത് 8.133 ബില്യൺ കോടി ഡോളറിന്റെ സ്വർണം കരുതലായി അമേരിക്ക സൂക്ഷിക്കുന്നു. ഫോർട്ട് സോക്സിലും മറ്റ് സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്വർണ്ണ ശേഖരം തന്നെയാണ് സാമ്പത്തിക രംഗത്ത് അമേരിക്കയ്ക്ക് മേൽക്കോയ്മ നൽകുന്നത്. രണ്ടാം സ്ഥാനം ജർമ്മനിക്കാണ്. 3.35 മില്യൺ ഡോളറിന്റെ സ്വർണ്ണ ശേഖരമാണ് ഈ യൂറോപ്യൻ രാജ്യത്തിനുള്ളത്. ഫ്രാങ്ക്ഫർട്ടിലെ ബുണ്ടേഷ് ബാങ്കിലാണ് ഇതിൽ സിംഹഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത്. കുറച്ച് വിദേശത്ത്. ഇറ്റലിക്കാണ് സ്വർണ്ണ ശേഖരത്തിൽ 3-ാം സ്ഥാനം. 2.45 ബില്യൺ ഡോളറിന്റെ സ്വർണമാണ് ഇറ്റലിയുടെ കൈവശം. ബാങ്ക് ഓഫ് ഇറ്റലിയിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ പ്രധാന രാജ്യമായ ഫ്രാൻസിലാണ് 4-ാം സ്ഥാനം. 2.43 ബില്യൺ സ്വർണ്ണ ശേഖരമുള്ള ഫ്രാൻസിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാരണവും ഇത് തന്നെ. 5-ാം സ്ഥാനത്തുള്ള റഷ്യയുടെ കൈവശം 2.33 ബില്യൺ ഡോളറിന്റെ സ്വർണമാണുള്ളത്. ഓരോ വർഷവും സ്വർണ്ണശേഖരം കൂടി വരികയാണ് റഷ്യ. 6-ാം സ്ഥാനത്ത് ചൈനയാണ്. 2.26 ബില്യൺ കോടി ഡോളറിന്റെ സ്വർണം ചൈനയ്ക്കുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ചൈന. 7-ാം സ്ഥാനത്ത് ജപ്പാനാണ്. 845 മില്യൺ ഡോളറിന്റെ സ്വർണ്ണശേഖരം ജപ്പാനുണ്ട്. ബാങ്ക് ഓഫ് ജപ്പാനാണ് ഇവ കൈകാര്യം ചെയ്യുന്നത്. 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. 840 മില്യൺ ഡോളറിന്റെ സ്വർണമാണ് ഇന്ത്യയുടെ കൈവശം. സ്വദേശത്തും വിദേശത്തുമായിട്ടാണ് ഇന്ത്യ സ്വർണ്ണശേഖരം സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി വിദേശത്തുള്ള സ്വർണം ഇന്ത്യ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. നെതർലാൻഡ്സ് ആണ് 9-ാം സ്ഥാനത്തുള്ളത്. തുർക്കി 10-ാം സ്ഥാനത്ത്. എന്നാൽ ഇതിൽ ശ്രദ്ധേയമാകുന്നത് ലോകത്തെ ഏറ്റവും മൂല്യം കൂടിയ കറൻസികളുള്ള കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ GCC രാജ്യങ്ങൾ ആദ്യ 14 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.